ഇതാണ് എഫ്രിൻ. എഫ്രിൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു ഇതുപോലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. എൻ്റെ പേര് എഫ്രിൻ ജസ്മൻ. എൻ്റെ ഒരു ഡ്രീമായിരുന്നു സ്വന്തമായിട്ടൊരു ഷോപ്പ് ഇടുക എന്നുള്ളത്. അങ്ങനെ എൻ്റെ ഡ്രീം ഇപ്പം എന്താണ്ട് കഴിഞ്ഞ മാസം 30-ാം തീയതി നടന്നിരിക്കുന്നു. അങ്ങനെ നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഒരു മെനുവാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഷവർമ, പിസ്സ, ഹോട്ട് ഡോഗ്, സാൻഡ്വിച്ച്, സ്റ്റേക്സ്, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മളതിൽ അവൈലബിൾ ആണ്. ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണെങ്കിലും എഫ്രിൻ്റെ ഒരുപാട് വ്യത്യസ്തമായ ഡിഷുകളുണ്ട് കേട്ടോ. അതിൽ പ്രധാനം സ്റ്റേക്സും ഗ്രിൽസും ഒക്കെയാണ്. പ്രീമിയം ക്വാളിറ്റി മീറ്റിലാണ് എഫ്രിൻ ഓരോ ഡിഷും ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. സ്റ്റേക്സ് മാത്രമല്ല കേട്ടോ, നല്ല ബ്രിസ്ക്കറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6 മണിക്കൂറിലധികം സമയമെടുത്ത് സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന ബ്രിസ്ക്കറ്റ് തിരുവനന്തപുരത്ത് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പല രാജ്യങ്ങളിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് എഫ്രിന്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എഫ്രിൻ്റെതായ കുറേ ഡിഷുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ ഡിഷുകളും പ്രിപ്പയർ ചെയ്യുന്നത് എഫ്രിനാണ്. ഏകദേശം 60-ലധികം വ്യത്യസ്ത മെനുകൾ എഫ്രിൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റേക്ക് റെഡിയായി, ഇനി റെസ്റ്റിംഗ് ടൈമാണ്. ഈ സ്മോക്കറിലാണ് ബ്രിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി സ്റ്റേക്ക് കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ. ഈ ഷവർമയ്ക്കും എഫ്രിൻ്റെ സ്വന്തം മസാലയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. 10-ലധികം വ്യത്യസ്ത ഫ്ലേവേഴ്സിൽ ഇവർ ഷവർമ സെർവ് ചെയ്യുന്നുണ്ട്. റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞിട്ട് സ്റ്റേക്ക് പ്ലേറ്റിങ്ങിനെടുത്തു മാഷ് പൊട്ടറ്റോയും പിന്നെ കുറച്ച് വെജിറ്റബിൾസും. നല്ല ഫ്ലേവറാണ് ആ സോസിന്. അത് സ്റ്റേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് ഈ സ്റ്റേക്ക് ഒന്ന് കഴിച്ചു നോക്കാം. മീഡിയം റെയർ സ്റ്റേക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇത് വെൽഡൻ ആണ്. സ്റ്റേക്കിന് കുക്കിംഗ് പെർഫെക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് റെസ്റ്റിംഗ് ടൈമും. പിന്നെയുള്ളത് മീറ്റിൻ്റെ ക്വാളിറ്റിയാണ്. ഇതെല്ലാം ഒരുപോലെ ആയാലും മാത്രമേ നല്ലൊരു സ്റ്റേക്ക് കിട്ടത്തുള്ളൂ. വളരെ പാഷനേറ്റഡ് ആയ ഒരു ഷെഫ് ആയതുകൊണ്ടായിരിക്കും എഫ്രിൻ ഫുഡിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തത്. അതുപോലെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം ഇവരുടെ ബർഗറിൻ്റെ ബണ്ണാണ്. നല്ല ക്വാളിറ്റി ബർഗർ ബണ്ണ് വേണമെന്നുള്ളത് കൊണ്ട് തന്നെ അവർ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് ഈ ബണ്ണെല്ലാം. എന്തായാലും ബീഫ് സ്റ്റേക്ക് അടിപൊളിയായി. മീഡിയം റെയർ ആയിരുന്നെങ്കിലും കുറച്ചുകൂടി പൊളിച്ചേനെ. അതുപോലെ ഞാൻ ട്രൈ ചെയ്ത മറ്റൊരു ഐറ്റം ഇവരുടെ ഷവർമയാണ്. ഇവർക്കിവിടെ പിസയും ബർഗറും ഹോട്ട് ഡോഗ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ അവരുടെ ഷവർമയാണ് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചത് കേട്ടോ. അതിന്റെ പ്രധാന കാരണം അവരുപയോഗിക്കുന്ന മസാലയാണ്. വളരെ ലൈറ്റ് ഫ്ലേവറുള്ള മസാലയാണ് ഈ ഷവർമയ്ക്ക് അവർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു മണം വല്ലാണ്ട് നമ്മളെ അട്രാക്ട് ചെയ്യും. ഏകദേശം 10-ലധികം വ്യത്യസ്ത ഷവർമകൾ ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹോട്ട് ഡോഗ്സും ബർഗേഴ്സും പിസയൊക്കെ ഉണ്ട്, അതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അതുപോലെ ഇനി ഒരു ദിവസം ഇവിടെ വന്ന് ഇവരുടെ ബ്രിസ്ക്കറ്റ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. പുതിയ ഒരു ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത്. ഷവർമയും സ്റ്റേക്കും രണ്ടും ഒന്നിനൊന്ന് മെച്ചം. 6 മെനു കാർഡാണ് ഞാൻ ഇവിടെ കണ്ടത്. എല്ലാം ഒന്നായിരിക്കും എന്നാണ് കരുതിയത്. എടുത്തു നോക്കിയപ്പം ഓരോന്നും വ്യത്യസ്തമാണ്. അത്രയധികം ഡിഷുകൾ ഇവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ റെസ്റ്റോറൻറ്റിന് ഒരുപാട് ഡൈനിങ് കപ്പാസിറ്റി ഒന്നും ഇല്ല കേട്ടോ. തിരുവനന്തപുരത്ത് കുളത്തൂരാണ് സ്മോക്കിംഗ് റിബ് എന്ന ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.